മക്കളെ, നമ്മുടെ സങ്കീർത്തനം പാടി ഈ ഭവനം ദൈവത്തിലേൽപ്പിക്കുകയാണ്. മുഴങ്കാലിൽ നിൽക്കാൻ കഴിവുള്ളവരെല്ലാം മുഴങ്കാലിൽ നിൽക്കണം. ഇല്ലാത്തവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിവുള്ളവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ പാടുമ്പോൾ നിങ്ങൾ ഗാനപ്രതിഭാനമായിട്ട് അതേറ്റു പാടി ദിവസം നിങ്ങൾ ഇതിനെ പ്രതിഷ്ഠിക്കാൻ പോവുകയാണ്. 136 സങ്കീർത്തനം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന്, അവന്റെ ദയനേക്കമുള്ളത്. ജ്ഞാനത്തോട് ആകാശങ്ങളെ ഉണ്ടാക്കിയവന്, അവന്റെ ദയനേക്കമുള്ളത്. ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന്, അവന്റെ ദയനേക്കമുള്ളത്. വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന്, അവന്റെ ദയനേക്കമുള്ളത്. പകൽ വാഴുവാൻ സൂര്യനെയും, അവന്റെ ദയനേക്കമുള്ളത്. രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയവന്, അവന്റെ ദയനേക്കമുള്ളത്. ഇസ്രായേലിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ചവന്, അവന്റെ ദയനേക്കമുള്ളത്. അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചവന്, അവന്റെ ദയനേക്കമുള്ളത്. ബലമുള്ള കൈകൊണ്ട് നീട്ടിയ ഭുജം കൊണ്ട് തന്നെ അവന്റെ ദയനേക്കമുള്ളത്. ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന്, അവന്റെ ദയനേക്കമുള്ളത്. അതിന്റെ നടുവിൽ കൂടി ഇസ്രായേലിനെ കടത്തിയവന്, അവന്റെ ദയനേക്കമുള്ളത്. ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന്, അവന്റെ ദയനേക്കമുള്ളത്. തന്റെ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയവന്, അവന്റെ ദയനേക്കമുള്ളത്. മഹാരാജാക്കന്മാരെ സംഹരിച്ചവന്, അവന്റെ ദയനേക്കമുള്ളത്. ശ്രേഷ്ഠ രാജാക്കന്മാരെ നിഗ്രഹിച്ചവന്, അവന്റെ ദയനേക്കമുള്ളത്. അവരുടെ രാജാവായ സീഹോനെയും, അവന്റെ ദയനേക്കമുള്ളത്. ബാശാൻ രാജാവായ ഓഹിനെയും, അവന്റെ ദയനേക്കമുള്ളത്. അവരുടെ ദേശത്തെ അവകാശമായി കൊടുത്തു, അവന്റെ ദയനേക്കമുള്ളത്. തന്റെ ദാസനെ ഇസ്രായേലിന് അവകാശമായി തന്നെ, അവന്റെ ദയനേക്കമുള്ളത്. നമ്മുടെ താഴ്ച നമ്മെ ഓർത്തവന്, അവന്റെ ദയനേക്കമുള്ളത്. വൈരികടകയിൽ നമ്മെ വിടുവിച്ചവന്, അവന്റെ ദയനേക്കമുള്ളത്. സകല ജഡത്തിനും ആഹാരം കൊടുക്കേണ്ടവന്, അവന്റെ ദയനേക്കമുള്ളത്. സ്വർഗ്ഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവന്റെ ദയനേക്കമുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും ഇരിക്കാം. തിരുവെഴുത്തിൽ നിന്നും ഒരു വാക്യം വായിച്ച് അല്പം ചില കാര്യങ്ങൾ ധ്യാനിച്ച് നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കാം. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രിയ മക്കളെ, ഒരു പാർപ്പിടം സകല മനുഷ്യന്റെയും ആഗ്രഹമാണ്. മനുഷ്യന്റെ മാത്രമല്ല, സകല ജീവജന്തുക്കളും അവയ്ക്ക് ഒരു കൂടുണ്ടാക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. സങ്കീർത്തനത്തിൽ കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു എന്ന് വായിക്കുന്നു. സദൃശവാക്യത്തിൽ കുഴിമുയൽ ബലഹീന ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടം ഉണ്ടാക്കുന്നു എന്ന് വായിക്കുന്നു. യോർദാന്റെ മുറ്റുകാടുകളെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവിടെ സിംഹങ്ങൾ പാർക്കുന്നുവെന്നാണ് തിരുവെഴുത്തിൽ വായിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിൽ സകല ജീവികൾക്കും പാർക്കുവാൻ ഒരു കൂട് അഥവാ ഒരു വീട് ആവശ്യമാണ്. സൃഷ്ടിയിൽ ഏറ്റവും ഉന്നതമായിരിക്കുന്ന മനുഷ്യനും അവന് പാർക്കുവാൻ ഒരു വീട് ആവശ്യമാണ്. ദൈവം നമുക്ക് ദാനമായി ഒരു ഭവനത്തെ തന്നു. ദൈവമക്കളുടെ ഭവനങ്ങൾ അത് ദൈവത്തിൻ്റെ നിവാസങ്ങൾ അഥവാ ബഥേൽ ആ ദൈവത്തിൻ്റെ ഭവനങ്ങളായി കാണപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇനിയും നിത്യതയിലേക്ക് വരുമ്പോഴും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദ രാജ്യത്വത്തിലേക്ക് വരുമ്പോഴും അവിടെ ഒക്കെയും നല്ല ഭവനങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നുവെന്ന് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനം 430 സംവത്സരം ഈജിപ്തിൽ അടിമകളായി പാർത്തു. അവിടെ നിന്ന് മോശ വഴി വിടുവിക്കപ്പെട്ട് മരുഭൂമി വഴിയായി വാഗ്ദത്ത ദേശമായ പാലസ്തീൻ കനാനിലേക്ക് അവരെ കൊണ്ടുവരുമ്പോൾ അവിടെ കുടിയിരിക്കുന്ന കനാന്യ ജാതികളെയും കനാന്യ രാജാക്കന്മാരെയും നിഗ്രഹിച്ചിട്ട് അവിടെ ദേശം അവകാശമായി പിടിച്ചെടുത്ത് അവർക്ക് ചീട്ടിട്ട് കൊടുക്കുമ്പോൾ ദൈവം അവരോട് പറയുന്നു, നിങ്ങൾക്കവിടെ എല്ലാ നല്ല വസ്തുക്കളും നിറഞ്ഞ വീടുകൾ ഉണ്ടായിരിക്കും.
ഇസ്രായേൽ മക്കൾ അവിടെ കടന്നു ചെല്ലും മുമ്പ് അവർക്ക് പാർക്കുവാൻ വേണ്ടി വിജാതികളെ കൊണ്ട് എല്ലാ നല്ല വസ്തുക്കളും നിറഞ്ഞ വീടുകൾ അവിടെ പണിയിപ്പിച്ച ദൈവം ഇട്ടിരിക്കുകയായിരുന്നു. ഇസ്രായേൽ മക്കൾ അവിടെ ചെന്നിട്ട് ആ വീടുകളെ അവകാശമാക്കി, അവരുടെ മുന്തിരിത്തോട്ടങ്ങളെ കൈവശമാക്കി, അവരുടെ കിണറുകളെ കൈവശമാക്കി, അവരുടെ തോട്ടങ്ങളെ കൈവശമാക്കി അവിടെ കയറി അവർ സുഖത്തോടെ പാർക്കുകയാണ് ചെയ്യുന്നത്. ഈ സന്ദർഭത്തിൽ ദൈവം അവരോട് പറയുന്ന ഒരു വ്യവസ്ഥയുണ്ട്. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ എല്ലാ നല്ല വസ്തുക്കളും നിറഞ്ഞ മനോഹരമായ വീടുകൾ നിങ്ങൾ അവിടെ കാണും. അത് പോരായെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് നല്ല വീടുകൾ പണിത് അതിൽ പാർക്കണം. ദൈവം എല്ലാ വിധത്തിലും അവിടെ പാർക്കുവാൻ, വീടുകൾ പണിയുവാനുള്ള അവസരങ്ങൾ അവർ കൊടുക്കുകയാണ്. നിങ്ങൾ നല്ല വീടുകൾ പണിതവയിൽ പാർക്കണം. അവിടെ നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കണം. ഇതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഇതെല്ലാം വാഗ്ദത്ത ദേശമായി കനാനിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം തമ്പുരാൻ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞിട്ട് ഒരിക്കലും ഇതൊക്കെ എൻ്റെ കൈയുടെ ബലവും എൻ്റെ ശക്തിയും എൻ്റെ സമ്പത്തും കൊണ്ട് ഉണ്ടാക്കിയെന്ന് ഒരിക്കൽ പോലും ഹൃദയത്തിൽ പോലും പറയാതിരിക്കുവാൻ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ദൈവജനമായ ഇസ്രായേൽ മക്കളോടും ഒരൊറ്റ വ്യവസ്ഥയുള്ളൂ. നിങ്ങളിതൊക്കെ അനുഭവിച്ചോ, ഈ നന്മകളെല്ലാം അനുഭവിക്കുക. ഈ മനോഹരമായ വീടുകൾ പിടിച്ചെടുത്ത് അതിൽ താമസിച്ചു കൊള്ളുക, ഈ തോട്ടങ്ങളിൽ നിന്ന് ഫലം അനുഭവിച്ചു കൊള്ളുക, ഈ കുളങ്ങളിലെ വെള്ളം കുടിച്ചു കൊള്ളുക, ഈ ദേശത്തിൻ്റെ നന്മ മുഴുവൻ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തിൽ പോലും പറയരുത്, ഇത് എൻ്റെ ശക്തിയും എൻ്റെ ബലവും എൻ്റെ സമ്പത്തും കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഹൃദയത്തിൽ പോലും പറയരുത്. മറിച്ച് നിങ്ങൾ ആ മനോഹരമായ വീടുകളിൽ താമസിച്ച് അവിടെ ഭക്ഷിച്ച് നിങ്ങൾ തൃപ്തി പ്രാപിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഓരോ ദിവസവും ഇതൊക്കെയും തന്ന ദൈവത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം, സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. ഇതായിരുന്നു ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത വ്യവസ്ഥ. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തില് ആ ദൈവിക വ്യവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കണം. ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ദേശമായി കനാനിലെത്തി. എല്ലാ നല്ല വസ്തുക്കളും നിറഞ്ഞ വീടുകൾ, അത്തിവൃക്ഷം, ഗോതമ്പ്, മുന്തിരി, വെള്ളി, യവം, പിന്നെ എന്ന് വേണ്ട സകലവിധമായ ഫലവൃക്ഷങ്ങളും, എന്ന് വേണ്ട താഴ്വരകൾ, നീരൊഴുക്കുകൾ, മലകളിൽ നിന്ന് നദികൾ പൊട്ടി ഒഴുകുന്നു. ഫലസമൃദ്ധമായ മനോഹരമായ കനാൻ ദേശത്തിന്റെ നന്മകളെല്ലാം അവർ അനുഭവിച്ചു. ആരംഭകാലങ്ങളിലൊക്കെ അവർ എന്ത് ചെയ്തു, ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തിൽ സന്തോഷിച്ചു. അവരങ്ങനെ ജീവിച്ചു പോരുന്നു. എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ അവരിതെല്ലാം മറന്നുപോയി. പിന്നീട് സംഭവിച്ചത് എന്താണ്? നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം ഇസ്രായേൽ മക്കളെ വീണ്ടും 70 സംവത്സരം ബാബിലോണിൽ പ്രവാസികളായിട്ട് അയച്ചു. 430 വർഷത്തെ ഈജിപ്തിലെ പ്രവാസം കഴിഞ്ഞ് മടക്കി വാഗ്ദത്ത ദേശമായി കനാനിൽ കൊണ്ടുവന്ന് എല്ലാ നന്മകളും അവർക്ക് കൊടുത്ത് ഇതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞിട്ട് ദൈവത്തെ സ്തുതിക്കണമെന്ന് പറഞ്ഞിട്ട് തമ്പുരാൻ പിന്നീട് ചെയ്തത് ഇവരെ വീണ്ടും 70 വർഷം ബാബിലോണിലേക്ക് പ്രവാസികളായിട്ട് അയക്കുകയാണ്, അടിമകളായിട്ട് അയക്കുകയാണ്. എന്തിനാണ് അവരെ ബാബിലിലേക്ക് പ്രവാസികളായിട്ട് അയച്ചത്? അതാണ് നെഹമ്യാവ് 9-ന്റെ 25-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ വായിച്ചു നോക്കട്ടെ. അവർ ഉറപ്പുള്ള പട്ടണങ്ങളും പുഷ്ടിയുള്ള ദേശവും പിടിച്ച്, അവർ ഉറപ്പുള്ള പട്ടണങ്ങളും പുഷ്ടിയുള്ള ദേശവും പിടിച്ച്, അടുത്തത് എല്ലാ നല്ല വസ്തുക്കളും നിറഞ്ഞ വീടുകളും, എല്ലാ നല്ല വസ്തുക്കളും നിറഞ്ഞ വീടുകളും, അടുത്തത് വെട്ടിയുണ്ടാക്കിയ കിണറുകളും, മുന്തിരിത്തോട്ടങ്ങളും, ഒലിവ് തോട്ടങ്ങളും, അനവധി ഫലവൃക്ഷങ്ങളും കൈവശമാക്കി, ഇതെല്ലാം കൈവശമാക്കി അവർ തിന്ന് തൃപ്തിപ്പെട്ടു പുഷ്ടിയുള്ളവരായി നിന്റെ വലിയ നന്മയിൽ സുഖിച്ചുകൊണ്ടിരുന്നു. അവസാനം വന്നപ്പോ തെറ്റിപ്പോയി. നിന്റെ വലിയ നന്മയിൽ സ്തോത്രം ചെയ്യണമെന്നാണ് ആവർത്തന 8-ന്റെ 10-ൽ പറഞ്ഞത്. പക്ഷെ അവരത് മറന്നു. നിന്റെ വലിയ നന്മയിൽ എന്ത് ചെയ്തു? സുഖിച്ചുകൊണ്ടിരുന്നു. ദൈവം തമ്പുരാൻ വീണ്ടും വിട്ടു. 70 വർഷം ബാബിലോണിലേക്ക് അടിമകളായി. നമ്മുടെ ജീവിതത്തിൽ വലിയ സത്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ദൈവം തമ്പുരാൻ നമുക്ക് അനുഗ്രഹങ്ങൾ തരും. നമ്മൾ കരയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ നീതി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ നീതി കൊണ്ടോ നമുക്ക് അർഹതയില്ലാത്ത നന്മകളും അനുഗ്രഹങ്ങളും തരുമ്പോൾ അതിൽ നിന്ന് ദൈവം നമ്മളോട് ചോദിക്കുന്നത്, നീ വേറെ ഒന്നും എനിക്ക് ചെയ്യണ്ട, ഈ ഭവനത്തിൽ പാർത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം.
എനിക്ക് ലഭിക്കേണ്ട ബഹുമാനവും സ്തുതിയും സ്തോത്രവും നഷ്ടപ്പെടുത്തി കളയരുത്. അത് മറന്നു കളഞ്ഞിട്ട് ഈ നന്മകളൊക്കെ അനുഭവിച്ച് ഈ ചെറിയ മനോഹരമായ ഒരു ഭവനത്തിനകത്ത് ഇതിന്റെ ബെഡ്റൂമില്, ഇതിന്റെ ഡ്രോയിങ് റൂമില്, ഇതിന്റെ കിച്ചണിലൊക്കെ പോയി ഇതിന്റെ നന്മകളെല്ലാം അനുഭവിച്ച് മറിച്ച് ദൈവത്തെ ആരാധിക്കാതെ ദൈവത്തെ സ്തുതിക്കാതെ സുഖിച്ചങ്ങ് ജീവിച്ചു പോയി കഴിഞ്ഞാൽ അടി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇസ്രായേൽ മക്കൾക്ക് അത് സംഭവിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബുദ്ധി ഉപദേശത്തിന് വേണ്ടി പറഞ്ഞു തന്നിരിക്കുകയാണ് ഒരിക്കലും നമ്മൾ ദൈവത്തെ മറന്ന് സുഖിച്ച് ജീവിക്കരുത്. ഇന്ന് പല കുടുംബങ്ങളിലും സംഭവിക്കുന്നതാണ്. വിശുദ്ധന്മാർ വന്ന് പ്രാർത്ഥിച്ച് അനേകരുടെ കണ്ണുനീരിന്റെ ഫലമായിട്ട് ഒരു ഭവനം കിട്ടി. ആ ഭവനം പണിത് അതിൽ പാർത്തു കഴിയുമ്പോൾ ആദ്യം വലിയ സന്തോഷവും പ്രാർത്ഥനയും ആത്മനിറവും അഭിഷേകമൊക്കെ ആയിരിക്കും. കുറച്ചു നാൾ കഴിയുമ്പോൾ പിന്നീട് അതിനകത്ത് ഒരു ഭിത്തി മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു LED സ്ക്രീൻ കൊണ്ടുവെക്കും, ഒരു ടെലിവിഷൻ കൊണ്ടുവെക്കും. പിന്നീട് എപ്പോഴും അതിനകത്ത് ഷോ ആയിരിക്കും, ഫിലിം പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. 24 മണിക്കൂറും പിന്നെ പ്രാർത്ഥനാ ഭവനം ബഥേൽ എന്നുള്ളത് മാറി സിനിമാ കൊട്ടകയായിട്ട് മാറ്റപ്പെടുകയാണ്. ദൈവത്തെ ആരാധിക്കേണ്ട സമയത്ത് വാർത്ത കാണുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ സ്തുതിക്കേണ്ട സമയത്ത് സീരിയൽ കാണുകയാണ് ചെയ്യുന്നത്. പ്രിയ മക്കളെ, അനന്തരഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ദൈവം അവന് കൊടുത്ത നന്മകളൊക്കെയും മുടക്കിക്കളയുവാൻ അവൻ നിർബന്ധിതനായി തീരുകയാണ് ചെയ്യുന്നത്. ആകയാൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ഭവനങ്ങളെ നമ്മൾ പ്രാർത്ഥനാ ഭവനങ്ങളാക്കി സൂക്ഷിക്കുന്നവരായി തീരണം. ഉത്തമഗീതം 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ആ ശൂന്യകാര്യത്തെ പറയുകയാണ്, നമ്മുടെ വീടിന്റെ ഉത്തരം അതെന്താണ്? ദേവദാരുവും കഴുക്കോല് സരളവൃക്ഷവുമാകുന്നു. വായിച്ചു നോക്കിയട്ടെ. നമ്മുടെ വീട്ടിന്റെ ഉത്തരം ദേവദാരുവും കഴുക്കോൽ സരളവൃക്ഷവും ആകുന്നു. അവിടെ പറയുകയാണ്, ശൂന്യകാര്യത്തെ പറയുകയാണ്, നമ്മുടെ വീടിന്റെ ഉത്തരം ദേവദാരുവും നമ്മുടെ വീടിന്റെ കഴുക്കോല് സരളവൃക്ഷവുമാകുന്നു. പഴയ കാലത്തൊക്കെ വീട് പണിയുമ്പോൾ ഉത്തരവും കഴുക്കോലും കൊണ്ടുള്ള വീടുകളായിരുന്നു പണിതുകൊണ്ടിരുന്നത്. ഒരു വീടിന് ഒരു ഉത്തരമേ ഉള്ളൂ. ആ ഉത്തരത്തിനകത്ത് കൊളുത്തിയിട്ടിരിക്കുന്ന അനേക കഴുക്കോലുകൾ കാണുവാൻ സാധിക്കും. പ്രിയ മക്കൾ, ഇവിടെ ശൂന്യകാര്യത്തെ പറയുന്നു, നമ്മുടെ വീടിന് ഒരു ഉത്തരമുണ്ട്, ഒറ്റ ഉത്തരമേ ഉള്ളൂ. അതിൽ തൂങ്ങിക്കിടക്കുന്ന കഴുക്കോലുകളാണ് ഞങ്ങൾ ഓരോരുത്തരും. നമ്മുടെ വീടിന്റെ ഉത്തരം ഏതായിരിക്കണം? യേശുവായിരിക്കണം നമ്മുടെ വീടിന്റെ ഉത്തരം. സർവശക്തനായ ദൈവമായിരിക്കണം നമ്മുടെ വീടിന്റെ ഉത്തരം. ആ ഉത്തരം എങ്ങനെയുള്ളതായിരിക്കണം? അത് ദേവദാരു കൊണ്ട് നിർമ്മിച്ചതായിരിക്കണം. എന്ന് പറയുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട മുഴുവൻ മഹത്വവും നമ്മൾ കൊടുക്കണം. ദേവദാരു എന്ന് പറയുമ്പോൾ പാലസ്തീൻ നാട്ടിലെ ഏറ്റവും വില കൂടിയ ശ്രേഷ്ഠതയുള്ള മരങ്ങളിൽ ഒന്നാണ് ദേവദാരു എന്ന് പറയുന്നത്. ആകയാൽ ആ ഉത്തരം ദേവദാരു കൊണ്ട് തന്നെ പണിയണമെന്ന് പറയുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന് തന്നെ നമ്മൾ കൊടുത്തിരിക്കണം. നമ്മുടെ ഭവനത്തിനൊരു ഉത്തരമുണ്ടായിരിക്കണം. ആ ഉത്തരത്തോട് ബന്ധിപ്പിച്ച കഴുക്കോലുകളായിരിക്കണം ഈ ഭവനത്തിൽ താമസിക്കുന്ന ഓരോരുത്തരും. കുടുംബനാഥനും കുടുംബനാഥയും കുഞ്ഞുങ്ങളും ആ കുടുംബത്തിലുള്ള ഓരോരുത്തരും ആ ഉത്തരത്തോടുള്ള ബന്ധത്തിൽ തൂങ്ങിക്കിടക്കുന്നവരായിരിക്കണം, സ്ഥാപിച്ചവരായിരിക്കണം. ഇന്ന് പല വീടുകളുടെയും മേൽക്കൂടുകളിൽ പോകാൻ കാരണം ഉത്തരവും കഴുക്കോലുമായിട്ടുള്ള ബന്ധം അറ്റുപോയി, അല്ലേ? ഉത്തരവും കഴുക്കോലുമായിട്ടുള്ള ബന്ധം അറ്റുപോയി കഴിഞ്ഞാൽ കെട്ടിടം നിൽക്കത്തില്ല, താഴെ പോകും. മനസ്സിലാക്കിക്കൊള്ളണം. ഒരു വീട് ഉറച്ചു നിൽക്കണമെങ്കിൽ ഉത്തരത്തോട് ചേർത്ത് കഴുക്കോല് നന്നായിട്ട് എന്ത് ചെയ്യണം? ബന്ധിപ്പിച്ചതായിരിക്കണം. ദൈവവുമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള വേർപിരിക്കുവാൻ കഴിയാത്ത ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ആ ഭവനം നിലനിൽക്കത്തുള്ളൂ. അത് മനസ്സിലാക്കിക്കൊള്ളണം. ആകെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ വീടിന്റെ ഉത്തരം നമ്മുടെ സർവശക്തനായ ദൈവമായിരിക്കട്ടെ. ആ ദൈവത്തോട് ചേർത്തിണയ്ക്കപ്പെട്ട കഴുക്കോലുകളായി നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കുന്നവരായി കാണപ്പെടുവാൻ ഇടയായി തീരണം. ഇതൊക്കെ ലൗകിക ജീവിതത്തോടുള്ള ബന്ധത്തിലാണ്. ഇനി നമ്മൾ ആത്മീയമായി പഠിക്കുമ്പോൾ ഇതൊന്നും ശാശ്വതമല്ല ദൈവമക്കളെ. ഇവിടെ ഇനി എത്ര വീട് പണിതാലും എത്ര മനോഹരമായ വലിയ വീടുകൾ കെട്ടിപ്പൊക്കിയാലും ഇതൊക്കെ നശിച്ചു പോകും, നമുക്ക് ഉറപ്പാണ്. ലോകത്തിൽ മനുഷ്യന്റെ നിർമ്മിതികളൊന്നും ശാശ്വതമല്ല. ഇതൊക്കെയും താൽക്കാലികമാണ്. ഒരു ചെറിയ ഭൂകമ്പം വന്നാൽ മതി, ഇതെല്ലാം ഇടിഞ്ഞെന്ത് ചെയ്യും? താഴെ പോകും. ഭൂമിക്കടിയിൽ ഞാനും നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന വീടിന്റെ അടിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു 700 മീറ്റർ പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ അടിയിൽ എന്തോ ഉള്ളതെന്ന് അറിയാമോ? ഇതിന്റെ അടിയിൽ ഇങ്ങനെ ശിലാഫലകങ്ങൾ അടുക്കി വെച്ചിരിക്കുകയാണ്. ടെക്ടോണിക് പ്ലേറ്റ് എന്നാ പറയുന്നത്. ഈ ശിലാഫലകങ്ങൾ
ഒരു കൃത്യമായ അളവിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക. ഈ അടുക്കി വെച്ചിരിക്കുന്ന ടെക്ടോണിക് പ്ലേറ്റ് അവിടെ വെറുതെ ഇരിക്കുകയല്ല, അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭൂമിക്ക് അടിയിൽ നമ്മൾ മുകളിൽ ഇരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ അടിയിൽ ഏതാണ്ട് 700 മീറ്റർ കഴിഞ്ഞാൽ ടെക്ടോണിക് പ്ലേറ്റുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിനു മേൽ ഒന്നായിട്ട് ശിലകളുടെ ഫലകങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എവിടെങ്കിലും ഒരു മർദ്ദ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ ഒരെണ്ണം ഞെരുങ്ങി മറ്റേതിന്റെ മേളിലോട്ട് കയറും. ജർക്ക് ചെയ്യുക എന്ന് പറയുന്നത്, ഒരെണ്ണം ജർക്ക് ചെയ്ത് മറ്റേതിന്റെ മേളിലോട്ട് കയറും. മേലോട്ട് കയറുമ്പോൾ സംഭവിക്കുന്ന മർദ്ദ വ്യത്യാസത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എർത്ത് കേക്ക് അഥവാ ഭൂകമ്പം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അവിടെ വെച്ച് ഞെരുങ്ങി അങ്ങോട്ട് മാറുമ്പോൾ 2 ടെക്ടോണിക് പ്ലേറ്റുകൾ നമ്മൾ ഒന്ന് ഞെരുങ്ങുമ്പോൾ ഒരൊറ്റ മർദ്ദ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ആ കിടക്കുന്ന എല്ലാം കൂടെ താഴെ. ആ മർദ്ദത്തിന്റെ തോത് നോക്കിയിട്ടാണ് പറയുന്നത്. റിക്ടർ സ്കെയിലിൽ എത്രയായിരുന്നു? 6 ആയിരുന്നു, 7 ആയിരുന്നു, 8 ആയിരുന്നു. മർദ്ദത്തിന്റെ വ്യാപ്തി അനുസരിച്ച് ഭൂകമ്പത്തിന്റെ ശക്തി വർദ്ധിക്കും, ഇടിഞ്ഞ് താഴെ കിടക്കും. നമ്മൾ ചിന്തിച്ചോണം, എത്ര വലിയ സൗരങ്ങൾ ഉണ്ടാക്കി പൊക്കിയാലും ഇതിന്റെ അടിയിൽ ഇങ്ങനെ നിരങ്ങി നീങ്ങുന്ന ടെക്ടോണിക് പ്ലേറ്റുകളുണ്ട്. ഒരു ചെറിയ മർദ്ദ വ്യത്യാസം സംഭവിച്ചാൽ മതി, ഇടിഞ്ഞ് താഴെ പോകും. ഒരു സേഫ്റ്റിയും ഇല്ലതേ മക്കളെ. അവിടെ ലോകത്തിൽ കാണുന്നതൊക്കെയും താൽക്കാലികമാണ്. നമ്മൾ എന്തെല്ലാം കെട്ടിപ്പൊക്കിയാലും ഒരു ദിവസം ഇതെല്ലാം വിട്ട് കളഞ്ഞിട്ട് നമ്മൾ പോയെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. എന്നാൽ ശാശ്വതമായ നമ്മുടെ നിത്യഭവനമുണ്ട്, അതിനെക്കുറിച്ചുകൂടെ നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് ഭക്തനായ വിശുദ്ധ പൗലോസ് പറയുന്നത്, കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ട് എന്ന് അറിയുന്നു എന്ന് പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം, സ്വർഗത്തിൽ നമുക്കൊരു വീടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കിക്കൊള്ളണം. ഇവിടെ വീട് പണിതിട്ടുള്ളതായ പ്രിയപ്പെട്ട ബ്രദർ കെനി സ്വർഗത്തിൽ ഉറപ്പാക്കിക്കൊള്ളണം, എനിക്ക് അവിടെയും വീടുണ്ട്, അവിടെ വീടുണ്ടെന്ന്. ഇവിടെ വീടും പണിതിട്ട് അവിടെ ചെല്ലുമ്പോൾ വീടില്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? അവിടുത്തെ വീടിന്റെ പണി നടക്കുന്നുണ്ടോ? സ്വർഗത്തിലെ വീടിന്റെ പണി നടക്കുന്നുണ്ടോ? അതുകൂടെ നമ്മൾ ചെയ്യണം. പണ്ട് ഒരു തിരുവല്ല അപ്പച്ചൻ പറഞ്ഞ ഒരു കഥ ഞാൻ ഓർക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്കയിൽ നിന്ന് വന്ന ഒരു മദാമ ഉണ്ടായിരുന്നു. മദാമ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്ത് ട്രസ്റ്റൊക്കെ നടത്തി, സ്കൂളൊക്കെ നടത്തി, ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുകയാണ്. ഈ മദാമയുടെ കൂടെ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു. മദാമയുടെ അടുക്കളക്കാരിയായ ഒരു പാവപ്പെട്ട വേലക്കാരി ഉണ്ടായിരുന്നു. ഈ വേലക്കാരിക്ക് മദാമ ഒരു ചെറിയ ശമ്പളം കൊടുക്കും. പക്ഷെ ഈ പാവപ്പെട്ട വേലക്കാരി നല്ല ധർമ്മിഷ്ഠയായ ഒരു പാവപ്പെട്ട സഹോദരിയായിരുന്നു. ഇവൾക്ക് കിട്ടുന്ന ഈ നന്മയിൽ നിന്നും അവളത് ഈ സാധുക്കളെ സഹായിക്കും, ദൈവത്തിന്റെ വേലയ്ക്ക് കൊടുക്കാനുള്ളത് കൊടുക്കും, പാവപ്പെട്ടവർക്ക് ചെയ്യാനുള്ളത് ചെയ്യും. മദാമയാണെങ്കിൽ ഇങ്ങനെ വലിയ കാറിനടുത്ത് കയറി ട്രസ്റ്റ് നടത്തി, സ്കൂൾ നടത്തി, കോളേജ് നടത്തി, അനാഥാലയം നടത്തി, ഇങ്ങനെ പോകുമ്പോൾ അവർക്ക് ഭക്ഷണവും വെച്ച് അവരുടെ പുറകെ നടന്ന് അവർക്ക് കിട്ടുന്ന നന്മ കൊണ്ട് എന്തെങ്കിലും നീതി പ്രവർത്തികൾ, നന്മ പ്രവർത്തികൾ ചെയ്ത് ഈ പാവപ്പെട്ടതായ ഈ വേലക്കാരിയെ ജീവിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ മദാമ ഒരു സ്വപ്നം കാണുകയാണ്. കാണുന്ന സ്വപ്നം ഇവർ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുകയാണ്. സ്വർഗത്തിൽ ചെന്നപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ ഇങ്ങനെ അവിടെ എല്ലാം കൊണ്ടുകിടന്ന് കാണിച്ചപ്പോൾ ഒരു മനോഹരമായ ഒരു വലിയ വീട് കാണിച്ചു. അലങ്കരിക്കപ്പെട്ട ഈ വീട് കണ്ടിട്ട് ഈ മദാമയ്ക്ക് ആവേശമായി. മദാമ ചോദിച്ചു, മദാമ വിചാരിച്ചത് എന്റെ വീടായിരിക്കുമോ എന്ന് ചിന്തിച്ചു. മദാമ ചോദിച്ചു, ഇത് ആരുടെ വീടാണ്? എന്റെ വീടാണോ? അപ്പൊ പറഞ്ഞു, ദൂതൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ വീടല്ല, ഇത് നിങ്ങളുടെ വേലക്കാരിയുടെ വീടാണെന്ന് പറഞ്ഞു. അപ്പോഴേ മദാമയ്ക്ക് ഭയങ്കര അസൂയ തോന്നി. എന്റെ വേലക്കാരിക്ക് ഇത്രയും വലിയ വീടോ? അപ്പൊ മദാമ ചിന്തിച്ചു, എന്റെ വേലക്കാരിയുടെ വീട് ഇത്രയും വലിയ വീടാണെങ്കിൽ എന്റെ വീട് എന്ത് ഭയങ്കര വീടായിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ വീട് കാണാൻ ആവേശമായി. അവർ പറഞ്ഞു, എങ്കിൽ പിന്നെ എന്റെ വീടൊന്നും കൊണ്ട് കാണിച്ചാട്ടെ. അയ്യോ, അത് കൊണ്ടുപോയി കാണിക്കാമെന്നും പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ അത് പകുതി പോലും പണിയായിട്ടില്ല, ഇഷ്ടിക പോലും കെട്ടിയിട്ടില്ല, അതിങ്ങനെ മുടങ്ങിക്കിടക്കുകയാണ് പണി. അത് പൂർത്തീകരിക്കാതെ മുടങ്ങി ഇങ്ങനെ പണി മുടങ്ങി കിടക്കുന്ന വീട് കണ്ടിട്ട് മദാമയ്ക്ക് വിഷമം വന്നു. മദാമ ചോദിച്ചു, എന്താ എന്നോട് ഇങ്ങനെ ചെയ്തത്? എന്റെ വീട് ഇങ്ങനെ കിടക്കുന്നല്ലോ, എന്റെ വേലക്കാരുടെ വീട് ഇത്രയും വലിയ വീടായല്ലോ. ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, അത് വേലക്കാരി അവിടെ ജീവിക്കുമ്പോഴും ഇവിടെ വീടിന്റെ പണി നടത്തുന്നുണ്ടായിരുന്നു. മദാമ അവിടെ ജീവിച്ച അവിടുത്തെ കാര്യം മാത്രമേ നോക്കിയുള്ളൂ, ഇവിടുത്തെ വീടിന്റെ പണി മുടങ്ങിക്കിടക്കുക എന്നുള്ള കാര്യം ചിന്തിച്ചില്ല. ഭൂമിയിൽ ഒരുപാട് വലിയ കാര്യങ്ങളും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ സ്വർഗത്തിലെ വീടിന്റെ പണി നടത്തിയിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം. പിന്നീട് ദുഃഖിച്ചിട്ട് നിരാശപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ലോകത്തിൽ എത്ര ഉന്നതരായാലും എത്ര സ്ഥാനമാനങ്ങൾ കിട്ടിയാലും
കിട്ടിയാലും എത്ര പദവികൾ കിട്ടിയാലും ഇതൊക്കെ കളഞ്ഞിട്ട് ഒരു ദിവസം ഇവിടുന്ന് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. മനുഷ്യർക്ക് ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയത്തില്ല. അതിനൊക്കെയും ചില പരിധികളും പരിമിതികളും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. മനുഷ്യന്റെ സമ്പത്തിന് പരിമിതികളുണ്ട്, മനുഷ്യന്റെ ബലത്തിന് പരിമിതികളുണ്ട്, വൈദ്യശാസ്ത്രത്തിന് പരിമിതികളുണ്ട്, സാങ്കേതിക വിദ്യക്ക് പരിമിതികളുണ്ട്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഉപ്പുതറയിൽ ഒരു അടക്കം നടക്കിയ ബഹുമാനപ്പെട്ട PT തോമസ് MLA അടക്കം നടക്കുകയാണ്. നമ്മൾ ചിന്തിച്ചു നോക്കണം, സമ്പത്തില്ലാഞ്ഞിട്ടാണോ? അടുത്തത് സ്വാധീനമില്ലാഞ്ഞിട്ടാണോ? എന്തുകൊണ്ടാണ് തന്റെ പ്രാണനെ സംരക്ഷിക്കുവാൻ കഴിയാതെ പോയത്, തന്റെ ജീവൻ നിലനിർത്തുവാൻ കഴിയാതെ പോയത്? പ്രിയ മക്കളെ, ഇതിനൊക്കെ ഒരു പരിമിതികളുണ്ട്. ലോകത്തിൽ കാണുന്നതിനെല്ലാം ഒരു പരിമിതികളുണ്ട്. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞങ്ങൾ കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നതൊക്കെയും താൽക്കാലികമാണ്, ഇതൊക്കെ അഴിഞ്ഞു പോകുന്നതാണ്, ഇതൊക്കെ ഇടിഞ്ഞു പോകുന്നതാണ്. പക്ഷെ കാണാത്തതൊന്ന്, നിത്യമായതൊന്ന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അതാണ് കർത്താവ് യേശു ക്രിസ്തു ലോകത്തിൽ ജീവിച്ചപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾക്ക് തരുവാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഇന്ന് പല സുവിശേഷകന്മാരും പറയുന്നത്, ഞങ്ങളുടെ പിന്നാലെ വാ, 1.5 കോടി രൂപ അക്കൗണ്ടിൽ കൊണ്ടുതരാമെന്ന് പറയുന്നവരുണ്ട്. പിന്നെന്താ പറയുന്നത്, 4 നിലയ്ക്ക് ബിൽഡിംഗ് പണിയാൻ സഹായിക്കുന്നവരുണ്ട്, വിമാനത്തിൽ വിദേശത്തേക്ക് വിടാമെന്ന് പറയുന്നവരുണ്ട്. പിന്നെ എന്ത് വേണ്ട, എന്തെല്ലാം ഓഫറുകളാ കർത്താവിനെ പിൻഗമിച്ചാൽ. പക്ഷെ എന്റെ കർത്താവ് ഈ ഓഫർ ഒന്നും കൊടുത്തിട്ടില്ല. കർത്താവ് ഒരു ഓഫറും കൊടുത്തില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്റെ പിന്നാലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കലങ്ങി പോകരുത്. കലങ്ങേണ്ട സമയങ്ങൾ ഉണ്ടാകും. കലങ്ങരുത്, ദുഃഖിക്കരുത്, ഭാരപ്പെടരുത്. ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ എന്തുണ്ട്? സ്വർഗത്തിൽ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇവിടെ 2 നിലയ്ക്ക് വീട് വാങ്ങിച്ചു തരാമെന്നോ, ഇവിടെ അക്കൗണ്ടിൽ പണമിട്ട് തരാമെന്നോ, ഇവിടെ നിങ്ങൾക്ക് ജോലി വാങ്ങിച്ചു തരാമെന്നോ പറയുവാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല. യേശു പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല. ഐഹികമായ ഒരു രാജ്യവും സാമ്രാജ്യവും സ്ഥാപിക്കുവാനല്ല ഞാൻ വന്നത്. ഈ ലോകത്തിൽ നിങ്ങളെ എന്തെങ്കിലും ആക്കി തീർക്കുവാനല്ല ഞാൻ വന്നത്. മറിച്ച് എനിക്ക് നിങ്ങൾക്ക് ഒരു കാര്യം വാഗ്ദത്തം ചെയ്യുവാനുണ്ട്. സ്വർഗത്തിൽ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. പ്രിയ മക്കളെ, ഈ വീടിന് അനേക മുറികളുണ്ട്. ഇവിടെ ഒരു മുറിയുണ്ട്, ഇവിടെയുണ്ട്, മേളിൽ ഒരു മുറിയുണ്ട്, അനേക മുറികളുണ്ട്. ഇതുപോലെ പറയാണ്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു. ലോകപ്രകാരമുള്ള ഒരു വാഗ്ദത്തവും സമ്പത്തും ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നില്ല. എന്നാൽ സ്വർഗത്തിൽ എന്റെ പിതാവിന്റെ അടുക്കൽ, ഞാൻ ഇറങ്ങി വന്ന പിതാവിന്റെ അടുക്കൽ വലിയ ഭവനങ്ങളുണ്ട്, അവിടെ വലിയ വാസസ്ഥലങ്ങളുണ്ട്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു വാസസ്ഥലം ഒരുക്കുവാൻ കടന്നു പോവുകയാണ്. ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി അതിശ്രേഷ്ഠമായ ആ വീടിന്റെ പണി പൂർത്തീകരിച്ചാൽ ഞാൻ വരും, നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്ത് കൊണ്ടുപോകും. ഇതാണ് യേശുക്രിസ്തു നമുക്ക് എന്ന വാഗ്ദത്തം. ആകയാൽ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, സ്വർഗത്തിൽ പിതാവിന്റെ രാജ്യത്തിൽ അനേക സ്വർഗീയ നിവാസങ്ങളുണ്ട്. യേശു വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അതിലേറ്റവും ശ്രേഷ്ഠമായ, അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്വർഗീയ പാർപ്പിടം നിങ്ങൾക്ക് ഒരുക്കുവാൻ വേണ്ടിയാണ് ഞാൻ കടന്നു പോകുന്നത്. ആ സ്വർഗീയ ഭവനത്തിന്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്ന് നിങ്ങളെ ആ വീട്ടിൽ കൊണ്ടുപോയി പാർപ്പിക്കും. എന്നെ കേൾക്കുന്ന സഹോദരീ സഹോദരന്മാരെ, ഈ ചെറിയ വീട്ടിൽ നമ്മൾ പാർക്കുന്നു. ഇതിൽ ഇത്രയും സന്തോഷമുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിൽ പിതാവിന്റെ മഹത്വത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കുന്ന സ്വർഗീയ ഭവനത്തിൽ പോയി പാർക്കുക എന്ന് പറയുന്നത് എത്രയോ ശ്രേഷ്ഠകരമായ അവസ്ഥയാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. അവിടെ നമുക്ക് എത്തിച്ചേരണം. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നവരായി തീരണം. ഇവിടെ സമ്പന്നരോ, ഇവിടെ ധനികരോ, ഇവിടെ സമ്പത്തുണ്ടാക്കുവാനോ ഓടുന്നവരാവരുത്. അതൊക്കെ ദൈവം നമ്പുരാൻ നമുക്ക് തന്നോളും. മുൻപേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിച്ചാട്ട് സ്വർഗത്തിൽ നിങ്ങളുടെ ഭവനം ഉറപ്പാക്കിയിട്ടുണ്ടോ? പിതാവിന്റെ ഭവനത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കുന്ന വാസസ്ഥലത്തിൽ നമുക്കൊരു അവകാശം കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? അത് ഉറപ്പാക്കിക്കൊള്ളണം. അതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കാനുള്ളത്. ഈ ലോകത്തിൽ കാണുന്നതൊക്കെ നശിച്ചു പോകും. ഈ ലോകത്തിന്റെ സുഖങ്ങൾ നശിച്ചു പോകും, സന്തോഷങ്ങൾ നശിച്ചു പോകും, ഈ ലോകത്തിലെ മനുഷ്യന്റെ ജീവിതവും നശിച്ചു പോകും. ഇതിലൊന്നും നമ്മൾ ആശ വയ്ക്കേണ്ട. മറിച്ച് നമുക്ക് നിത്യതയെ കുറിച്ച് ശ്രദ്ധിക്കാം. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത്? നമ്മൾ ചെയ്യേണ്ടത് എത്രമാത്രം നമ്മുടെ കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തണം. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കണം. ഈ അവസ്ഥയിൽ ഞാൻ ജീവിച്ചാൽ സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുമോ? ഈ അവസ്ഥയിൽ ജീവിച്ചാൽ എനിക്ക് സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുമോ? സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ വാതുക്കൽ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ദൈവദാസൻ ഒരിക്കൽ ആത്മാവിൽ
എന്നോട് പറഞ്ഞൊരു വിഷയമാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്വർഗരാജ്യത്തിന്റെ വാതിൽക്കൽ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. സോദോം ഗോമോറയിലേക്ക് ലോത്ത് എന്നപ്പോൾ ആ പട്ടണവാതിൽക്കൽ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നിരിക്കണം, സ്വാഗതം ദുഷ്ടന്മാരുടെയും പാപികളുടെയും പർദീസ സോദോം ഗോമോറ. കണ്ടിട്ടില്ല? ഇന്ന് പലയിടത്തും വെച്ചിരിക്കും സ്വാഗതം ഇന്ന പഞ്ചായത്ത് എന്നും പറഞ്ഞ്. സ്വാഗതം സോദോം ഗോമോറ, ദുഷ്ടന്മാരുടെയും പാപികളുടെയും പാരഡൈസ് സോദോം ഗോമോറ. ലോത്തും കുടുംബം അങ്ങോട്ട് കയറിപ്പോയി. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചിരിക്കും, നോ എൻട്രി. നോ എൻട്രി ബോർഡ് വെച്ചിരിക്കും. ആർക്കായിരിക്കും അവിടെ നോ എൻട്രി വെച്ചിരിക്കുന്നത്? അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, അശുദ്ധവും മ്ലേച്ഛതയും ഫോഷ്കും പ്രവർത്തിക്കുന്നവർക്ക് ആർക്കും ഇതിനകത്തേക്ക് പ്രവേശനം ഇല്ല. സ്വർഗത്തിന്റെ വാതിൽക്കൽ ഒരു നോ എൻട്രി ബോർഡ് ഉണ്ടായിരിക്കും. അത് ശ്രദ്ധിച്ചു കൊള്ളണം. വെളിപ്പാട് 21-ാം അധ്യായത്തിൽ നമ്മൾ ആ നോ എൻട്രി ബോർഡ് വായിക്കുന്നു. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? പ്രവേശനമില്ല. ആർക്ക് പ്രവേശനമില്ല? അശുദ്ധിയും മ്ലേച്ഛതയും ഫോഷ്കും പ്രവർത്തിക്കുന്നവർക്കാർക്കും ഇതിനകത്തേക്ക് പ്രവേശനമില്ല. പ്രിയ ദൈവമക്കളെ, സ്വർഗരാജ്യത്തിന്റെ വാതിൽക്ക് ചെന്നിട്ട് നോ എൻട്രി കണ്ടിട്ട്, പ്രവേശനമില്ല എന്നുള്ള വാതിൽ ബോർഡ് കണ്ടിട്ട് ദുഃഖിതനായി തിരിഞ്ഞ് നരകത്തിലേക്ക് പോകേണ്ട അവസ്ഥ എത്ര ഭയാനകമായിരിക്കും. അതുകൊണ്ട് ലോകത്തിൽ ജീവിക്കുമ്പോൾ അശുദ്ധരായി ജീവിക്കരുത്, പാപിയായി ജീവിക്കരുത്, ദുഷ്ടതയിൽ ജീവിക്കരുത്. സ്വർഗത്തിൽ നോ എൻട്രി ആയിരിക്കും, അവിടെ പ്രവേശനം ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം, നമ്മുടെ ജീവിതത്തിലെ തിന്മകളെ വിട്ടുകളയണം, നമ്മുടെ അശുദ്ധികളെ കഴുകിക്കളയണം. ഇതിനെന്താണ് മാർഗം? മനുഷ്യർ പല മാർഗങ്ങളും തേടുന്നുണ്ട്. പാപമോചനത്തിന് വേണ്ടി പല പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുന്നവരുണ്ട്, പല നീതി പ്രവർത്തികൾ ചെയ്യുന്നവരുണ്ട്, വഴിപാടുകളും കാഴ്ചകളും അർപ്പിക്കുന്നവരുണ്ട്. ഒരു യാഥാർത്ഥ്യം നിന്നോട് പറഞ്ഞു തരാം സഹോദരി സഹോദരന്മാരെ, നീ ചെയ്യുന്ന ഒരു പ്രവർത്തികൾക്കും നിന്റെ ജീവിതത്തിലെ പാപത്തിന്റെ കറകളെ കഴുകിക്കളയുവാൻ സാധിക്കത്തില്ല. നിന്റെ ഒരു നന്മയ്ക്ക് നിന്നെ വിശുദ്ധനാക്കി തീർക്കുവാൻ സാധിക്കത്തില്ല. മറിച്ച് ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ മാനവജാതിയുടെ പാപത്തിന്റെ കറകളെ കഴുകി അവനെ വിശുദ്ധനാക്കി തീർക്കുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവപുത്രന്റെ രക്തത്തിന് മാത്രമേ അതിനുള്ള ശക്തിയുള്ളൂ. യേശുവിന്റെ രക്തത്തിന് നമ്മുടെ പാപങ്ങളെ കഴുകി കളയുവാൻ ശക്തിയുണ്ട്. അതുകൊണ്ട് തിരുവെടുത്ത് വിളിച്ചു പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഏത് പാപമായിക്കൊള്ളട്ടെ, ഏത് പാപത്തെയും പോക്കി ശുദ്ധീകരിക്കുവാൻ യേശുവിന്റെ രക്തത്തിന് സാധിക്കും. അതാണ് കർത്താവിന്റെ രക്തത്തിന്റെ വില. ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്നവർ സാധാരണക്കാരായ ദൈവമക്കളല്ല. പ്രിയ ദൈവമക്കളെ, കർത്താവ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ചില വർഷങ്ങൾക്ക് അപ്പുറത്ത് ഷിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തെ കുറിച്ച് ഞാൻ ഒരു സംഭവം വായിച്ചിട്ടുണ്ട്. ആ സർവമത സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്നും ഭാരതത്തിലെ ഹൈന്ദവ സനാതന ധർമ്മങ്ങൾ പറഞ്ഞ് അവിടെ സ്വാമി വിവേകാനന്ദൻ കടന്നുപോയി. സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗം അവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും വളരെ ആസ്വാദ്യകരമായിരുന്നു, ഒരു പുതിയ അനുഭവമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും വാഗ്ധോരണിയിലും എല്ലാവരും ലയിച്ചു ചേർന്നിരുന്നു. അതിനുശേഷം ക്രിസ്ത്യാനിത്വത്തെ സ്ഥാപിക്കുവാൻ വേണ്ടി മുന്നോട്ട് വരാൻ പറഞ്ഞപ്പോൾ നിശ്ചയിച്ചിരുന്ന പണ്ഡിതൻ പറഞ്ഞു, എന്നെ കൊണ്ട് സാധിക്കത്തില്ല. പുള്ളി മാറി. ഒരു പ്രായമുള്ള മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു അവസരം തരാമെന്നുണ്ടെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി പ്രസംഗിക്കാം. താൻ യേശുവിന് വേണ്ടി പ്രസംഗിക്കുവാൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് വലിയ വേദശാസ്ത്രമൊന്നും അറിയത്തില്ല, എനിക്ക് വലിയ കാര്യങ്ങളൊന്നും പറയുവാൻ അറിയത്തില്ല. മറിച്ച് ഞാൻ വില്യം ഷേക്സ്പിയറിന്റെ ഒരു കഥയുണ്ട്, ആ കഥ ഞാനൊന്ന് പറയാൻ ഉദ്ദേശിക്കുകയാണ്. മാക്ബത്ത് എന്നാണ് ആ കഥ. ആ കഥയ്ക്കകത്ത് ധർമ്മിഷ്ഠനായ ഡങ്കൻ രാജാവിനെ ആ ദുഷ്ടയായ സ്ത്രീയുടെ വാക്കുകൾ കേട്ടിട്ട് അദ്ദേഹത്തിന്റെ കോടോർ പ്രഭു കൊല്ലുന്നുണ്ട്. കൊന്നു കഴിയുമ്പോൾ ഇവൾ ദുർമന്ത്രവാദിയുടെ വാക്ക് കേട്ടിട്ടാണ് ആ കോടോർ പ്രഭു അവരുടെ ദുർമന്ത്രവാദിയ ഭാര്യയുടെ വാക്ക് കേട്ടിട്ടാണ് നീതിമാനായ ഡങ്കൻ രാജാവിനെ കൊല്ലുന്നത്. കൊന്നു കഴിയുമ്പോൾ ഈ കോടോർ പ്രഭുവിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോവുകയാണ്. അയ്യോ, നീതിമാനായ എന്റെ രാജാവിനെ കൊന്നുകളഞ്ഞല്ലോ. അവനൊരു ഭ്രാന്തനെ പോലെ അലഞ്ഞിട്ട് പറയുന്നു, മഹാസമുദ്രത്തിലെ മുഴുവൻ വെള്ളം കൊണ്ട് കഴുകിയാലും എന്റെ പാപത്തിന്റെ കറകൾ എന്റെ കയ്യിൽ നിന്ന് പോകത്തില്ല. അറബി നാട്ടിലെ സുഗന്ധലേപനങ്ങൾ മൊത്തവും എന്റെ ശരീരത്തിൽ പൂശിയാലും ആ പാപത്തിന്റെ കറ എന്നിൽ നിന്ന് പോകത്തില്ല. ഇങ്ങനെ നിലവിളിച്ച് എന്റെ പാപം ആര് ക്ഷമിക്കുമെന്നോർത്ത് വ്യാകുലപ്പെട്ട് നിൽക്കുന്ന ആ
കോടോർ പ്രഭു ഉണ്ടല്ലോ, ഞാൻ ഇവിടെ കൂടി വന്നിരിക്കുന്ന വിവിധ മതത്തിന്റെ ആചാര്യന്മാരോട് ചോദിക്കുന്നു, ഈ തെറ്റ് ചെയ്തിട്ട് കുറ്റബോധത്താൽ നിലവിളിക്കുന്ന കോടോർ പ്രഭുവിന് അവന്റെ പാപം ക്ഷമിച്ച് ശുദ്ധീകരണം കൊടുത്ത് നീതിമാനാക്കി ദൈവമക്കളാക്കി തീർക്കുവാൻ വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഏത് തത്വസംഹിതയും മതവുമുണ്ട്, ഉള്ളവരുണ്ടെങ്കിൽ എഴുന്നേൽക്കാൻ പറഞ്ഞു. ഒരു മനുഷ്യൻ പോലും ചലിച്ചില്ല. പക്ഷെ താൻ വേദവസ്തു ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, ഈ തിരുവെടുത്ത് പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതാണ് യേശുവിന്റെ രക്തത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. എത്ര കഠിനമായ പാപമാണെങ്കിൽ പോലും അനുദപിച്ച് കർത്താവിന്റെ സന്നിധിയോട് അടുത്തു വരുന്ന ഒരു ദൈവത്തിന്റെ പാപത്തെ യേശുവിന്റെ രക്തത്തിന് കഴുകിക്കളയുവാൻ ശക്തിയുണ്ട്. നിന്നെ ശുദ്ധീകരിക്കുവാനും ദൈവവൈദ്യരാക്കി തീർക്കുവാനും ശക്തിയുണ്ട്. അങ്ങനെയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ സന്തോഷത്തോടെ കൂടി വന്നിരിക്കുന്നത്. യേശുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാ. ഒരു കാലത്ത് നമ്മൾ പാപത്തിലും ലോകത്തിന്റെ ഇമ്പത്തിലും തിന്മയിൽ ഇരുളിലും ജീവിച്ചവരാ. പക്ഷേ യേശുവിന്റെ സ്നേഹം ഞങ്ങളെ തേടി വന്നു. യേശുവിന്റെ രക്തം നമ്മെ വിശുദ്ധീകരിച്ചു, ദൈവത്തിന്റെ മക്കളാക്കി തീർത്തു. ദൈവം നീതീകരിച്ച് നീതിമാന്മാരും വിശുദ്ധന്മാരുമാക്കി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു ധൈര്യമുണ്ട്. സ്വർഗവാതിൽ തുറക്കുമ്പോൾ പുതിയ യെരൂശലേമിന്റെ വാതിൽക്കൽ ഒരു ബോർഡ് കാണും, കടന്നു വരുവീൻ, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവരൊക്കെയും കടന്നു വരുവീൻ. ആ ശബ്ദം കേൾക്കുമ്പോൾ ആ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. ആകയാൽ ഈ കാണുന്ന ഭവനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടരുത്. സ്വർഗത്തിലെ ഭവനത്തിൽ വാസമുറപ്പാക്കിയിട്ടുണ്ടോ? യാതൊരു അശുദ്ധനും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവർക്ക് അവിടെ പ്രവേശനമില്ല. ആകയാൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിന്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിക്കാം. യേശുവേ, നീ ഭൂമിയിൽ ഒഴുക്കിയ പാപമില്ലാത്ത പരിശുദ്ധമായ നിന്റെ പുണ്യാത രക്തത്തിന് എന്റെ പാപത്തിന്റെ കറകളെ കഴുകിക്കളയുവാൻ ശക്തിയുണ്ടെന്ന് കൈപ്പോടെ നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചിട്ട് ഇനിമേലാൽ ഞാൻ യേശുവിന് വേണ്ടി മാത്രം ജീവിക്കും എന്നുള്ള തീരുമാനം നീ നിന്റെ ജീവിതത്തിൽ എടുത്തിട്ട് അതിന്റെ പരസ്യമായി ലോകത്തോട് വിളിച്ചു പറയുവാൻ യേശു ജലത്തിൽ അവനെ സാക്ഷീകരിച്ചതുപോലെ വിശ്വസിച്ച് ജലസ്നാനം സ്വീകരിക്കുവിൻ. അത് ദൈവത്തിന്റെ കൽപ്പനയാകുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവിൻ. അത് സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനുള്ള ദൈവത്തിന്റെ മുദ്രയാകുന്നു. അല്പനേരം മുമ്പ് നമ്മളെല്ലാവരും ആത്മാവിൽ സന്തോഷിക്കുകയുണ്ടായി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന ദാനം നമ്മുടെ ശരീരത്തിൽ നമ്മൾ അനുഭവിച്ചു. അന്യഭാഷകൾ നമ്മൾ ദൈവത്തോട് സംസാരിച്ചു. അത് ദൈവവും നാമുമായിട്ടുള്ള എഗ്രിമെന്റ് ആണ്. എന്താണ് ആ എഗ്രിമെന്റിൽ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശനമുണ്ട്. അതിന്റെ എൻട്രി സർട്ടിഫിക്കറ്റ് ആകുന്നു ഈ പരിശുദ്ധാത്മ ദാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ ഇന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഏത് നിലവാരത്തിലുള്ള വ്യക്തി ആയിക്കൊള്ളട്ടെ, ഒരു നിമിഷം നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ലോകത്തിലുള്ളതെല്ലാം താൽക്കാലികം. മരണത്തിനപ്പുറം നിത്യമായി സ്വർഗത്തിൽ നമുക്കൊരുക്കുന്ന ദൈവത്തിന്റെ ഭവനത്തിൽ, പിതാവിന്റെ ഭവനത്തിൽ നമുക്ക് പ്രവേശനം ഉണ്ടായിരിക്കുമോ? പുതിയ യെരൂശലേം എന്ന സ്വർഗീയ ഭവനത്തിൽ നമുക്ക് അവനോട് കൂടെ വസിക്കുവാൻ സാധിക്കുമോ? അതിന് നിങ്ങളുടെ ജീവിതത്തെ ഒരുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് യേശുവിന്റെ രക്തത്താലുള്ള കടികളും വിശുദ്ധീകരണവും പ്രാപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവമക്കളായി ജീവിക്കുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുകയും ദൈവകൽപ്പന അനുസരിക്കുവാൻ തീരുമാനിക്കുകയും ആത്മനൽവരത്തെ പ്രാപിച്ച് വിശുദ്ധിയോട് വേർപാടോട് ജീവിക്കുവാൻ തീരുമാനിക്കുകയും കാലം ഇതാ ഒരു അന്ത്യഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. കർത്താവിന്റെ വരവെടുത്തുപോയി. ലോകത്തിന്റെ സംഭവങ്ങളെല്ലാം യേശുവിന്റെ വരവെടുത്തുപോയി എന്ന് വിളിച്ചറിയിക്കുന്നു. ഇന്ന് യാദൃശ്ചികമായ സംഭവങ്ങളല്ല ലോകത്ത് നടക്കുന്നത്. ഇതൊക്കെ 2000 വർഷങ്ങൾക്ക് അപ്പുറത്ത് അരുമനാഥൻ ഒരുമലിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ സംഭവങ്ങളുടെ നിവർത്തി മാത്രമാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കാം. യേശു വരാറായി, തന്റെ വിശുദ്ധന്മാരെ ചേർത്ത് കൊണ്ടുപോകാറായി, സ്വർഗീയ നിവാസത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെടാറായി. നമുക്കവിടെ ചെന്ന് ചേരുവാൻ ഇടയായി തീരട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, മുഴങ്കാലുകളെ മടക്കാം. ഒരു നിമിഷം നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഈ ഭവനത്തിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഭവനത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കുവാൻ നമുക്ക് കഴിഞ്ഞതുപോലെ സ്വർഗീയ ഭവനത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കുവാൻ നമ്മൾ പ്രാപ്തരായി തീർന്നിട്ടുണ്ടോ? നമുക്കതിനുള്ള യോഗ്യതയുണ്ടോ? മരണത്തിനപ്പുറം യേശുവിനോട്
കൂടെ നിത്യതയിൽ വാസം ചെയ്യുവാൻ, ആ സ്വർഗീയ ഭവനത്തിൽ അംഗമായി തീരുവാൻ നമുക്ക് കഴിയുമോ? ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം, പാപങ്ങളെ ഏറ്റുപറയാം, ദൈവമക്കളെ തീരാം. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധന്മാരും നീതിമാന്മാരുമായി ഈ ലോകത്തിന്റെ മോഹത്താലുള്ള മാലിന്യങ്ങൾ ഏൽക്കാതെ, കറകൾ ഏൽക്കാതെ വിശുദ്ധിയോട് വേർപാട് ജീവിക്കാം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വരാറായി. നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ആത്മമണാള് തൻ വിശുദ്ധന്മാർക്കായി വേഗം